എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കുന്നത് 1 കിലോ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള അളവിലാണ്. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിന് മുൻപ് തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുതിർത്തത് വൈനിലാണ്. അപ്പോൾ ആൽക്കഹോളിക് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ, വളരെ ഈസി ആയിട്ടുള്ള മെഷർമെൻറ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവായിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 നുള്ളാണ് ബേക്കിംഗ് സോഡ. ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസുകൾ ചേർത്ത് കൊടുക്കാം. സ്പൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലം കേക്കിൽ ചേർത്ത് കൊടുക്കുന്ന, അതായത് ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, ജാതിക്ക, ഇത്രയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾ മിക്സിയിലിട്ട് പൊടിച്ചാണെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് പൗഡറായിട്ടാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, അതുപോലെ തന്നെ ജാതിക്ക, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ഒരു പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അത് കൂടാതെ നമ്മളിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിനുള്ള ഒരു കറുത്ത കളർ വരും. അപ്പോൾ കുറച്ച് കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറ് നമുക്ക് കിട്ടും. ഇതിലേക്ക് കുറച്ച് പൊടിയിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ബാറ്ററിൽ ഇടുമ്പോൾ അത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കാണിക്കുന്ന ഒരു പ്ലം കേക്ക് നിങ്ങൾക്ക് ഓവനിലും അല്ലാതെയും ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇനി ഇതിലേക്ക് എടുക്കുന്നത് കുറച്ച് പഞ്ചസാരയുടെ കാരമൽ സിറപ്പാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇട്ട കേക്കിലും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡൗട്ടുള്ളവർ അത് കണ്ടു നോക്കുക. പിന്നെ നമ്മളിതിലേക്ക് ബട്ടറാണ് എടുക്കുന്നത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലും എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 125 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എണ്ണയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുക്കുക. 1/2 കപ്പ് എന്ന് പറയുന്നത് 120 ml ആണ്. അപ്പോൾ ഈ റൂം ടെമ്പറേച്ചറിലുള്ള ഈ ഒരു വെണ്ണ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഒന്നും വേണമെന്നില്ല, നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതിയാകും. വിസ്കോ അല്ലെങ്കിൽ തടിത്തവി വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി. പെട്ടെന്നൊക്കെ സമയമില്ലാത്തവർക്ക് ബീറ്റർ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 3/4 കപ്പിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചിട്ടല്ല എടുക്കുന്നത്, പൊടിക്കാതെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത്. മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ബട്ടറിൻ്റെ മിക്സ് കുറച്ച് പിരിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് യാതൊരു കുഴപ്പമില്ല, അത് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ വന്നു എന്ന് കരുതി കേക്ക് ഫെയിൽ ആവത്തൊന്നുമില്ല, അത് അങ്ങനെ വരാറുള്ളതാണ്. അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, കാരണം നമ്മളിതിലേക്ക് പൊടിയിൽ കുറച്ച് സ്പൈസുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കൂടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയോട് കൂടിയിട്ടുള്ള ഒരു മെർമലാഡ്, അതായത് ഒരു ജാം പോലത്തെ സംഭവമാണ്. അപ്പോൾ അത് ഇതിലേക്കൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഒന്നും തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ കേക്ക് നന്നായിട്ട് പൊന്തി വരില്ല.
അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് കാരമലൈസ്ഡ് സിറപ്പാണ്, പഞ്ചസാര കരിച്ച വെള്ളമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ എടുക്കുന്നതിന് പകരം ബ്രൗൺ ഷുഗർ എടുത്താലും മതിയാകും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബട്ടർ മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി 2 തവണകളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വെള്ളം താഴെ അടിയുമല്ലോ. അപ്പോൾ ആ ഒരു വെള്ളവും നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കേക്കിലേക്ക്. അതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഫ്രഷ് ആയിട്ട് ചേർത്ത ട്യൂട്ടി ഫ്രൂട്ടി നല്ല കളർഫുള്ളായിട്ട് അതിൽ കിടപ്പുണ്ട്. ബാക്കി എല്ലാത്തിനും ഒരു കറുത്ത കളറും അതിന് മാത്രം ഒരു ശരിക്കുള്ള കളറുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ ഒരു ലോഫിലാണ്. അപ്പോൾ ഇത് അലുമിനിയത്തിൻ്റെ ട്രേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടായിട്ടുള്ള കേക്ക് ടിന്നിലും ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 40 മുതൽ 45 മിനിറ്റ് വരെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാനിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ടൈം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ ഒരു കേക്ക് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരും. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു കേക്ക് കേടാകാതെ ഇരിക്കും. കാരണം നമ്മളിതിൽ ആൽക്കഹോളിക് പ്ലം കേക്കാണ്. അപ്പോൾ ഇത് ഒരു പ്രിസർവേറ്റീവായിട്ടാണ് ഈ ഒരു ആൽക്കഹോൾ വരുന്നത്. അപ്പോൾ അത് കുറച്ചധികം നാളിത് കേടുകൂടാതിരിക്കും. നിങ്ങൾക്ക് കാണാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓവനില്ലാത്തവരും ഓവനുള്ളവരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്